ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ ഏതെങ്കിലും ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ റീഡിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ രണ്ട് ചോദ്യങ്ങളിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതായത് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള വഴി അന്വേഷിച്ച് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിലോ, സ്റ്റക്കായിട്ടിരിക്കുന്നതിലോ, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിലോ ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ യൂണിവേഴ്സിൻ്റെ എന്തെങ്കിലും ഒരു സന്ദേശം നിങ്ങളിൽ എത്തണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ അടുത്തെത്തിയത്. ഇവിടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് എന്തോ ഒരു ചിന്ത നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ആലോചിച്ചാണ് നിങ്ങൾ ഈ ഒരു രണ്ട് സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുന്നത്. അതായത് രണ്ട് വഴിയിൽ ഏത് വഴിയിൽ കൂടെ പോകണം, രണ്ട് തീരുമാനത്തിൽ ഏത് തീരുമാനം ചൂസ് ചെയ്യണം, അങ്ങനെ ഒരു സ്റ്റക്കായിട്ടിരിക്കുന്നത് നിങ്ങളെ ഭാവിയെക്കുറിച്ചും കൂടെ ആലോചിച്ചിട്ടാണ് നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു ചുവരാണ്. ആ ചുവരിൽ പോയി അടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് പുറത്ത് പോകാൻ പറ്റുമോ? ആ ചുവര് ബ്ലോക്കായിട്ട് തന്നെ ഇരിക്കുകയില്ലേ അവിടെ. നമുക്ക് മുന്നോട്ട് ഒരു വഴിയും കാണാതെ ചുവരിൻ്റെ ആ ഒരു 4 ചുവരിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥ. ഇവിടെ നിങ്ങളിൽ ഒരു രീതിയിലുമുള്ള ഒരു വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലും ചില ആൾക്കാരുണ്ട്. അതായത് 4 സൈഡും ബ്ലോക്കായിട്ടുള്ള അവസ്ഥ, എത്ര ശ്രമിച്ചിട്ടും വഴികൾ തുറന്നു കിട്ടാത്ത അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു നെഗറ്റിവിറ്റി സമയം റിലേറ്റഡായിട്ട് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകും. സമയം ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷകൾ എടുക്കുന്നതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് വഴികളൊന്നും കാണാൻ സാധിക്കാത്തത്. ഈ ഒരു പ്രശ്നം 2020 തൊട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഫ്യൂച്ചർ റിലേറ്റഡായിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉള്ള ഒരു സമയമായിട്ടാണ് കാണാൻ സാധിക്കുക. 2020 തൊട്ടുള്ള സമയം നോക്കുകയാണെങ്കിൽ, അതായത് കുറേ ഉത്തരവാദിത്വങ്ങൾ നിങ്ങളുടെ ചുമലിൽ വന്നു. അതിനൊത്ത് വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിറഞ്ഞ ഒരു ജീവിതം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എത്ര തന്നെ ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾ സെൻട്രൽ ഇരിക്കുകയാണ്. എല്ലാം പ്രശ്നങ്ങളും സഹിക്കേണ്ട ആൾ നിങ്ങൾ എന്ന രീതിയിൽ നിങ്ങൾ സെൻട്രൽ ഇരിക്കുകയാണ്. ഇവിടെ 2020 ശേഷം നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. ഇവിടെ 5 പേര് ചെയ്യേണ്ട ജോലിയൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട അവസ്ഥ, എല്ലാവരുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ മേൽ വന്ന ഒരവസ്ഥ. ഇവിടെ നിങ്ങൾ എല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരുടെ കുറ്റവും നിങ്ങൾ കേൾക്കണം. നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള. അതായത് 5 പേരുടെ ഉത്തരവാദിത്വം ഒറ്റയ്ക്ക് ചെയ്തിട്ട് എന്നിട്ടും പറയുന്നത് നീ ഒന്നും ചെയ്യുന്നില്ല എന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നും. എന്താ ഈ പറയുന്നത്, ഞാൻ ഇത്രയും ചെയ്തിട്ടും അവർ എന്നോട് ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നത് എന്ന്. അതായത് നിങ്ങൾ ശരിയായി പോയിട്ട് പോലും നിങ്ങൾക്ക് എല്ലാവരുടെയും വായിലിരിക്കുന്നത് കേൾക്കേണ്ട അവസ്ഥ. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി ഇങ്ങനെയാണ്. അതായത് ദൈവമേ, എങ്ങനെയെങ്കിലും എനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം നിങ്ങളുടെ നന്മയിൽ പോലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നു. നിങ്ങൾ എത്ര നന്മ ചെയ്തിട്ടും ആൾക്കാർ നിങ്ങളെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ കൺഫ്യൂഷൻ ഒത്തിരി ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ റിലേറ്റഡായിട്ട് ഇവിടെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ ഇങ്ങനൊരു സ്ഥിതി വരുന്നു. അതായത് മുന്നിൽ ഒരു ബ്ലോക്ക് സിറ്റുവേഷൻ, ഒരു ചുവരുള്ളതുപോലെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുന്നെങ്കിൽ ചില ആൾക്കാരുടെ മുഖം മൂടി പുറത്തു വരാൻ പോവുകയാണ്. അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാക്കിയിരിക്കുന്ന ദൈവം എന്ന് വിചാരിച്ചോളൂ. അതായത് ഓരോ ആൾക്കാരുടെയും ബിഹേവിയർ നിങ്ങൾക്ക് നേരെ നല്ലതാണോ ചീത്തയാണോ അത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഉള്ള ഒരു ഇത് ഉണ്ടാവുന്നത്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ പുറത്തു വരും എന്ന് നിങ്ങളെ യോഗ്യരാക്കാൻ കൂടി വേണ്ടിയാണ് ദൈവം ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ്. പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ദൈവം അങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആക്കും. അതായത് ദൈവം നിങ്ങളോട് പറയണം എന്ത് ശരി എന്ത് തെറ്റാണെന്ന് ആദ്യം മനസ്സിലാക്കൂ എന്ന്. ഒരു പ്രാവശ്യം അതിൽ പോകുമ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ ദൈവം കാണും. പക്ഷെ വീണ്ടും അത് അവസ്ഥയിൽ പെട്ടുപോയാൽ പിന്നെ നമ്മൾ പറഞ്ഞു തരാൻ ദൈവം കാണത്തില്ല. അപ്പോൾ ദൈവം ആദ്യം നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ്, അതുകൊണ്ട് ഈ വഴി പോവരുത് എന്നുള്ള രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ് ദൈവം. കാരണം ഒരു വഴിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ആദ്യമേ ദൈവം പറഞ്ഞു അവിടെ കൂടെ പോയാൽ നിനക്ക് തെറ്റ് മാത്രമായിരിക്കും സംഭവിക്കുന്നത് എന്ന്. വീണ്ടും നമ്മൾ ആ വ്യക്തിയുടെ കൂടെ വീണ്ടും ബന്ധം വെച്ച് വീണ്ടും തെറ്റ് കിട്ടുന്നെങ്കിൽ അവിടെ തെറ്റുകാരി ഈശ്വരനല്ല, നിങ്ങളാണ്. കാരണം ആ വഴിയിൽ കൂടെ പോകുന്ന ഈശ്വരൻ ഒരു പ്രാവശ്യം വാർണിംഗ് തന്നു, നിങ്ങളെ പഠിപ്പിച്ച് പുറത്ത് കൊണ്ടുവന്നു. പക്ഷെ വീണ്ടും നിങ്ങൾ അത് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തെറ്റുകാരും നിങ്ങളാണ്, ഈശ്വരനല്ല.
അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവം പുറത്ത് വന്നിട്ടും നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരനല്ല തെറ്റുകാരൻ, നിങ്ങളാണ് തെറ്റുകാർ. ഒരു വ്യക്തിയുടെ ആ ഒരു സ്വഭാവം എപ്പോഴും നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കണം. ആദ്യം ആ വ്യക്തി നമ്മളെ ചതിച്ചു, വീണ്ടും നമ്മൾ ഒരു അവസരം കൊടുത്തു, വീണ്ടും ചതിച്ചു, വീണ്ടും അവസരം കൊടുത്തു, വീണ്ടും നമ്മൾ അവരെ വിശ്വസിക്കാൻ പാടുണ്ടോ? നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അവരെ. ഇവിടെ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടും ആ ഒരു തെറ്റ് അംഗീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ വ്യക്തി നിങ്ങൾക്ക് നല്ലതായിട്ട് വരികയില്ല എന്ന്. സത്യസന്ധനായിട്ടുള്ളൊരു വ്യക്തി അവർ തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കും, അതെ ഞാനാണ് തെറ്റ് ചെയ്തതെന്ന്. ഒരു വ്യക്തി അവരുടെ തെറ്റ് സമ്മതിക്കുന്നെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഞാൻ നാളെ ഇങ്ങനൊരു തെറ്റ് ആവർത്തിക്കത്തില്ല, മാറ്റം കൊണ്ടുവരും എന്നാണ്. പക്ഷെ ഒരു വ്യക്തി അവരുടെ തെറ്റ് അംഗീകരിക്കുന്നില്ല എങ്കിൽ നാളെ ഇതിനേയും കാട്ടി വലിയ തെറ്റ് ഈ വ്യക്തി ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഈ ലോകത്ത് എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടല്ല ഉള്ളത്, എല്ലാവരിലും തെറ്റ് ഉണ്ട്, തെറ്റ് ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ ആ തെറ്റ് അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ നല്ലതാവുന്നത്. ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ചതിയനായിട്ടുള്ള വ്യക്തി ഒരിക്കൽ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എങ്കിൽ വീണ്ടും അവർ ഉറപ്പായിട്ടും നിങ്ങളെ ചതിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾ മുന്നോട്ട് ജീവിതം അവരുടെ കൂടെ നയിക്കുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾക്ക് ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡോ ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫായിരിക്കാം നിങ്ങളെ ചതിക്കുന്നത്. അപ്പോൾ ഇവരെ പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, നമ്മളെ ജീവിതമല്ലേ. അതുകൊണ്ട് നിങ്ങൾ അവരെ വിശ്വസിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് വച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ രീതിയിലുള്ളൊരു സക്സസ് സ്വന്തമാക്കാൻ പോവുകയാണ്. അതായത് എല്ലാവരും അതിശയിച്ച് പോകും, ആ രീതിയിലുള്ളൊരു സക്സസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അതായത് ഇന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നവരും, നിങ്ങളെ ശല്യം ചെയ്യുന്നവരും, നിങ്ങളെക്കുറിച്ച് മോശം സംസാരിക്കുന്നവരും, നിങ്ങളെ നിന്ദിക്കുന്നവരും എല്ലാവരും നാളൊരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ഉയർച്ച കണ്ട് അത്ഭുതപ്പെടുന്നതാണ്. കാരണം ഒരു വ്യക്തി നിങ്ങളോട് വളരെ മോശം രീതിയിലാണ് പെരുമാറുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവരെല്ലാം നാളെ നിങ്ങളുടെ ഉയർച്ച കണ്ട് അത്ഭുതപ്പെടുന്നതാണ്. ഇവിടെ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്താണ് ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നാളെ അവരോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരുന്നത്. ഇവിടെ ഇനി നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക, നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദൈവം വളരെ വലിയൊരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അത് തരാൻ വേണ്ടി ദൈവം. ഇപ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ആവശ്യമില്ലാതെയാണ് ഇത്രയും നാൾ ടെൻഷൻ അടിച്ചതെന്ന്. ഈ ഒരു കാര്യം ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മുന്നോട്ട് ഫ്യൂച്ചറിൽ അത്രമാത്രം സ്റ്റെബിലിറ്റിയോട് കൂടിയ ഒരു ജീവിതമാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങളത് വിശ്വസിക്കുന്നില്ല. എനിക്കറിയാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കാത്തത്. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ജോബില്ല, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് നിങ്ങളുടെ ഒരു ജോബിലോ ബിസിനസ്സിലോ ഉണ്ടാവുന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉണ്ട്, അതിൽ പ്രമോഷനോ നിങ്ങൾ ആഗ്രഹിച്ച വരുമാനമോ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഹെർമിറ്റ് മോഡിൽ ഇരിക്കാതെ അതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുക. അതില്ല ഇതില്ല എന്നുള്ള ആ ഒരു ഇത് മാറ്റുക. ഉള്ളത് എന്താണോ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. സ്റ്റക്ക് സിറ്റുവേഷനിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. നിങ്ങളുടെ ആ ഒരു ജോബ് എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ബിസിനസ് എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല, പക്ഷേ നാളെ നിങ്ങൾക്ക് ഗ്രോത്തും അച്ചീവ്മെൻറ്റും എല്ലാം ലഭിക്കുന്ന ഒരിതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ആ ഒരു വിഷമം നിങ്ങൾ കാര്യമാക്കണ്ട. ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ നിങ്ങൾ പുറത്തു വരാൻ ശ്രമിക്കുക. അതായത് എപ്പോഴാണോ നിങ്ങളുടെ സമയത്തിൽ നിങ്ങളുടെ ഭാഗ്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിക്കണമെന്നുണ്ട്, അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ആ ഒരു വിഷമം വേണ്ട. ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഹെർമിറ്റ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 5 മിനിറ്റെങ്കിലും മെഡിറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കുക. എത്ര സ്റ്റക്ക് സിറ്റുവേഷൻ ആയാലും 5 മിനിറ്റ് മെഡിറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കുക നിങ്ങൾ. രണ്ടാമത് നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് എന്താണോ അത് നല്ല രീതിയിൽ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നല്ല ആഹാരം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്നത് എന്താണോ അത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ
ഇവിടെ ലൈഫ് നിങ്ങൾക്ക് വളരെ വലിയൊരു സന്തോഷം തരുവാൻ തയ്യാറാകണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഹെർമിറ്റ് ആയിട്ടുള്ള മോഡിൽ നിന്ന് പുറത്ത് വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളുടെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ലൈഫ് നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ് ആണോ തരുന്നത് അത് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക ആ ഒരു ബ്ലെസ്സിങ്ങിൽ. ഇവിടെ ലൈഫ് എപ്പോൾ മാറുമെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എപ്പോൾ വേണമെങ്കിലും മാറാം. ഇവിടെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എന്തുമാത്രം സക്സസ് ആണ് കൊണ്ടു തരുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. എന്തോ ഒരു രാജയോഗം നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം വളരെ അത്ഭുതമായിട്ടുള്ളൊരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് മിറാക്കിളിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരൊക്കെയാണോ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല, മിറാക്കിളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല, അങ്ങനെ പറയുന്നവർക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സമയമാണ് ഇത്. അതായത് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് പോലും വിശ്വാസം ഉണ്ടാകുന്ന സമയമാണ് ഇത്. അപ്പോൾ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു പേടി നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് മാറ്റി വെച്ചോളൂ ഇന്ന് തൊട്ട് തന്നെ. നെഗറ്റീവ് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. എത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റീവ് ചിന്തിക്കാമോ അത്രത്തോളം നിങ്ങൾ പോസിറ്റീവ് ചിന്തിക്കുക. അഫർമേഷൻസ് നല്ലതായിട്ട് പറയുക. അതായത് ഓരോ സമയവും നല്ല അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിതം അത്രത്തോളം സരളമാക്കണം. നിങ്ങൾ പ്രശ്നങ്ങൾ പോലും നിങ്ങളെ കണ്ട് പേടിച്ച് പോകണം. ഇവരെ എത്ര തന്നെ പ്രശ്നങ്ങൾ കൊണ്ട് ഇവരുടെ ലൈഫിൽ കൊണ്ട് മൂടിയിട്ടും ഇവർക്കൊരു കുഴപ്പമില്ലല്ലോ, ഇവർ ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്, അങ്ങനെ പ്രശ്നത്തിന് പോലും തോന്നണം നിങ്ങളുടെ ലൈഫ് കാണുമ്പോൾ. അത്രത്തോളം സരളമായിട്ടിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഇവിടെ രാവിലെ എണീച്ചിട്ട് നിങ്ങളുടെ ജോലികൾ എന്തൊക്കെയാണോ അതെല്ലാം ചെയ്തിട്ട് 5 മിനിറ്റ് എങ്കിലും മെഡിറ്റേഷന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. ഇനി എന്തെങ്കിലും മന്ത്രം പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയുക. നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളാണുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെ നന്മയാണുള്ളത്, കഴിവുകളാണുള്ളത്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതനുസരിച്ച് നിങ്ങളുടെ മാറ്റം വരുത്താൻ ശ്രമിക്കുക. ഇവിടെ എന്തൊക്കെ കുറവുകളുണ്ടോ എന്തൊക്കെ കഴിവുകളുണ്ടോ അത് എഴുതി വയ്ക്കുക. എന്നിട്ട് പറയുക, എനിക്ക് ഈ ഒരു കുറവുണ്ട്, ഇത് മാറ്റാൻ ശ്രമിക്കണം ഞാൻ. അങ്ങനെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക നിങ്ങളുടെ കുറവുകളെ. ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതും എഴുതി വയ്ക്കുക. നിങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം, അതിന് വേണ്ടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയുള്ള ആക്ഷൻസ് ഞാൻ എടുക്കണം, അങ്ങനെയും ചെയ്യാൻ നിൽക്ക്. ഇനി കുറവുകളുടെ ആ ഒരു ലിസ്റ്റ് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ആ ഒരു വിഷസ് ആഗ്രഹങ്ങളുടെ ലിസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇവിടെ ദൈവം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പിന്നെ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഇനി ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ ആരിലാണോ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ ഒരു പ്രതീക്ഷ വയ്ക്കുക. നിങ്ങൾ വിശ്വാസം വയ്ക്കുക ദൈവത്തിൽ. ഉറപ്പായിട്ട് എൻ്റെ ദൈവം എൻ്റെ ഈ അവസ്ഥ മാറ്റിത്തരും എന്ന് വിശ്വാസം വയ്ക്കുക നിങ്ങൾ. അപ്പോൾ സ്വയം ഹീലാവൂ, സന്തോഷമായിട്ടിരിക്കൂ നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ പ്രെയർ എന്താണോ അത് ദൈവം കേട്ട് കഴിഞ്ഞു. നിങ്ങളുടെ ഫസ്റ്റ് പ്രെയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും വേണം. നിങ്ങളുടെ ലൈഫിലെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്തോ വലിയൊരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സ്വപ്നമാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് ചില നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സക്സസ് ലഭിച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആരാണോ നിങ്ങളെ ഡിസർവ് ചെയ്യാത്തത് അവരുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്ന്. ഇത് വളരെ കഠോരവും വളരെ ആഴത്തിലുമുള്ള തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത്. ഒരു സമയം ആ രീതിയിലുള്ള തീരുമാനങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വീണ്ടും വീണ്ടും എപ്പോഴും പ്രശ്നങ്ങളിൽ ആണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ സമയം നല്ലതായിട്ട് വന്നിരിക്കുകയാണ് എന്നാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ശാന്തിയും സമാധാനവും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ പ്ലാനിങ്ങുകളാണോ നിങ്ങൾ ആക്ഷൻ റിലേറ്റഡ് ആയിട്ട് വച്ചേക്കുന്നത് അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ആർക്കും നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു മെച്യൂർ ലെവലിൽ വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളെ ചതിക്കുക കുറച്ച് പാടുള്ള കാര്യമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബുദ്ധി ഇത്രത്തോളം ഷാർപ്പായി മാറിയത് ആ ഒരു സമയം അങ്ങനെ സ്ഥിതികൾ ക്രിയേറ്റ് ആക്കിയത് കൊണ്ടാണ്. പിന്നെ ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ പദ്ധതികൾ രചിക്കുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങളെ ആ ഒരു സ്ഥലത്ത് എത്തിക്കണം. അതിനു വേണ്ടിയാണ് ഈശ്വരനും ആഗ്രഹിക്കുന്നത്.
നിങ്ങളൊരു ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇമോഷണൽ വ്യക്തിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് ശക്തരായിട്ടുള്ള വ്യക്തിയാക്കി മാറ്റാനാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി അവരുടെ തന്നെ സമയം വെറുതെ പാഴാക്കി കളയുന്നത് ആ വ്യക്തി മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈശ്വരൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും, നിങ്ങൾ വെറുതെ സമയം പാഴാക്കി കളയുകയാണ് എന്ന്. നിങ്ങൾ ഈ ഒരു സമയം ഈ ഒരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ, എങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ വരാൻ സാധിക്കത്തുള്ളൂ. അത് ഈശ്വരൻ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കി നിങ്ങളെ കൊണ്ട് ഈശ്വരൻ ആക്ഷൻ എടുപ്പിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു സമയം വെറുതെ പാഴായി പോയത് നിങ്ങൾ കാരണമല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവർ കാരണമാണ് നിങ്ങളുടെ സമയമെല്ലാം പാഴായി പോയത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ തെറ്റിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്ന ഒരവസ്ഥ. എവിടെയെങ്കിലും നിങ്ങളുടെ മിസ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ ഇല്ല, ഇതാണ് എൻ്റെ ലാസ്റ്റ് സഹനശക്തി, ഇനി ഞാൻ സഹിക്കത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഒരു ആക്ഷൻ എടുക്കണം നിങ്ങൾ. ഒരു വ്യക്തി ശരിയായ വഴി കൂടെ പോവുകയാണെങ്കിൽ ആ വ്യക്തിയെ ആ വഴി കൂടെ പോവാൻ നമ്മൾ അനുവദിക്കണം. അല്ലാതെ അവിടെ പോയി ആ വ്യക്തിയെ അവിടെ മാർഗം തടസ്സപ്പെടുത്തുകയല്ല വേണ്ടത്. ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്, ഒരു വ്യക്തി ശരിയായ വഴി കൂടെ പോകണമെങ്കിൽ അവരുടെ വഴിയെ തടസ്സപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇന്ന്. ഇവിടെ ദൈവം എപ്പോഴും നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കൊടുക്കുന്നത്? നിങ്ങൾക്ക് ബുദ്ധിയില്ല, ഞാൻ ബുദ്ധി തന്നിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുത്തുകൂടെ ആ ഒരു സമയത്ത് എന്ന് ദൈവവും നിങ്ങളോട് ചോദിക്കും. ഇവിടെ വളരെ മോശം ലെവലിൽ നിങ്ങളുടെ മിസ്യൂസ് ഉണ്ടായതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പല ആൾക്കാരും നിങ്ങളുടെ ആ ഒരു ശാന്തിയും സമാധാനവും നശിപ്പിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മനഃപൂർവ്വമായിട്ട് ശാന്തി സമാധാനം നശിപ്പിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഒത്തിരി ആൾക്കാർ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പല ആൾക്കാരും നിങ്ങൾക്കെതിരെ പദ്ധതികൾ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ വീണും പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മം, അതിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്തു വന്നത്. പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ളവർ പാഠം പഠിക്കുന്നില്ല. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് മോശം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യുന്നു. ഇവിടെ കഠോരതയാണ് നിങ്ങൾക്ക് നേരെ ആൾക്കാർക്ക് ഉള്ളത്. അതായത് എത്ര നിങ്ങളെ വേദനിപ്പിച്ചാൽ അവർക്ക് മടിയാവുന്നില്ല, വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫ് എൻ്റേത് മാത്രമാണ്, എനിക്ക് അതിൽ ശാന്തിയും സമാധാനവും വേണം, അത്ര മാത്രം എനിക്ക് തരണം ദൈവമേ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തോൽക്കണമെന്നാണ്. അവർ നിങ്ങളുടെ കൂടെ ഒരു ദേഷ്യഭാവമാണ് വച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരിടത്തും വിജയിക്കാൻ പാടില്ല, എല്ലായിടത്തും നിങ്ങൾ തോൽക്കണം. ഇവിടെ നിങ്ങളെ പിറകിലോട്ട് തള്ളിയിടുക, അങ്ങനെ ഒരു സ്വഭാവമാണ് ഇവർക്ക് ഉള്ളത്. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെയാണ്, മാനസികമായിട്ടും നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യം വയ്ക്കുന്ന ആൾക്കാർ. നിങ്ങളൊരു സ്പിരിച്വൽ എനർജിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ആര് ദ്രോഹിച്ചാലും നിങ്ങൾ ക്ഷമിക്കുന്നത്. 100 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ക്ഷമിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ക്ഷമിക്കുമ്പോഴാണ് ദൈവം നിങ്ങളോട് ദ്രോഹം ചെയ്തവർക്ക് പരീക്ഷകൾ കൊടുത്തിട്ട് പറയുന്നത്, ഇനിയെങ്കിലും നിർത്തുമോ നിങ്ങളുടെ ഈ ഒരു മോശം പ്രവൃത്തിയെന്ന്. പക്ഷേ എന്നാലും അവർ പഠിക്കത്തില്ല. അതായത് ഒരു പാർവതി ദേവി ഭദ്രകാളിയായിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതില്ല, അതേപോലെ പിന്നെ നിങ്ങൾ സഹിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഉഗ്ര താണ്ഡവം ഈ അസുരൻ കാണുന്നതാണ്, നിങ്ങളെ ദ്രോഹിക്കുന്ന ആൾക്കാർ. ഇവിടെ ഇത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ അല്ല, പ്രകൃതി നിങ്ങൾക്ക് തരുന്ന ആ ഒരു ന്യായമാണ്. ഇവിടെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് ജേണിയിലാണെങ്കിൽ ഭാഗ്യം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ മാരേജ് ഇതുവരെ നടക്കാതെ എപ്പോഴും തടസ്സങ്ങളാണ് എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഉടനെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു അലയൻസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു, മാരേജ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഒരു തടസ്സമെല്ലാം മാറി നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിച്ച ആളെ കല്യാണം കഴിക്കാൻ പറ്റുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ സന്തോഷം എന്തിലാണോ നിക്ഷിപ്തമായിട്ടിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് തരിക, അതാണ് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ദൈവത്തിനറിയാം. നിങ്ങളുടെ സന്തോഷം എന്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്, അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ സന്തോഷമാകുമെന്ന് ഈശ്വരനറിയാം. അപ്പോൾ ആ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ നിങ്ങൾ എന്താണോ ഡിസർവ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിനുള്ള സമയം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് 5 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാനും നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കാനും. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സമയം മാറാം. ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗോൾഡൻ ടൈമാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിരിക്കും സംഭവിക്കുന്നത്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ്റെ ആ ഒരു സമയമാണിത്. അതായത് ഒരു വ്യക്തിയെ മാറ്റാൻ വർഷങ്ങളെടുക്കുമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ ഒരു ഗോൾഡൻ ടൈം.
ഇവിടെ നിങ്ങളുടെ ആ ഒരു ജീവിതം മാറാൻ കുറച്ച് മാസങ്ങൾ മാത്രമായിരിക്കും എടുക്കുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ എന്തൊക്കെ മെസ്സേജൊക്കെയാണോ വന്നത് അതെല്ലാം 80% നിങ്ങളുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞിട്ടും നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്ത് ഹീലാകുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾ റിസീവ് മോഡിൽ ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ എത്രത്തോളം ശാന്തമാക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം ശാന്തമാക്കി വയ്ക്കുക. നിങ്ങളുടെ അടുത്ത് എത്ര തന്നെ നെഗറ്റീവ് എനർജി വന്നാലും അത് നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകരുത്, ഇഗ്നോർ ചെയ്യുക. ഇവിടെ നെഗറ്റീവ് എനർജി കൂടുതലായിട്ടും ഡാർക്ക് കളർ വസ്ത്രമാണ് ധരിക്കുമ്പോഴാണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ അങ്ങനെയുള്ള കളർ അവോയ്ഡ് ചെയ്യുക. റെഡ്, ബ്ലൂ, ബ്ലാക്ക്, ഡാർക്ക് കളറുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിർത്തുക. നിങ്ങൾ പർപ്പിൾ കളർ, ഗ്രീൻ കളർ, യെല്ലോ കളർ, ലൈറ്റ് ആയിട്ടുള്ള കളർ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കുമോ അപ്പോഴെല്ലാം പർപ്പിൾ കളർ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും തരുന്നതാണ്. എപ്പോഴും ഒരു വൈറ്റ് കളർ കർച്ചീപ്പ് കയ്യിൽ വയ്ക്കുക. അത് നിങ്ങൾ എപ്പോഴും കളയാതെ വയ്ക്കുന്നത് നല്ലതാണ്. പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നിങ്ങൾക്ക് ഈ വൈറ്റ് കളർ കർച്ചീപ്പ് തരുന്നതാണ്. പിന്നെ വീട്ടിൽ വലകൾ ഉണ്ടാവാൻ പാടില്ല, വെള്ളം പോകുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേരെയാക്കുക. പിന്നെ എപ്പോഴും വൃത്തിയായി വയ്ക്കുക. വീട്ടിനകവും എല്ലാം വലിച്ചു വാരി വസ്ത്രങ്ങൾ ഇടരുത്, അടുക്കി പറക്കി വയ്ക്കുക. പൊട്ടിയ ഗ്ലാസ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റുക. പിന്നെ നിൽക്കുന്ന ക്ലോക്ക്, വാച്ചൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റുക. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പതുക്കെ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ മാറുന്നതാണ്. നമ്മുടെ ഇവിടെയൊക്കെ ചീനിക്കാരോ എന്നാണ് പറയുന്നത്, അങ്ങോട്ടൊക്കെ ആലോ എന്നായിരിക്കും പറയുന്നത്. നമ്മുടെ ആ ഒരു കിഴക്ക് തെക്ക് കോണിൽ ഒരു ചെറിയ പീസ് ആലം ഒരു ഗ്ലാസ് ആ ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. ഒരാഴ്ച കഴിയും തോറും അതിനെടുത്ത് മാറ്റാൻ ശ്രമിക്കുക, പുതിയത് വയ്ക്കാൻ ശ്രമിക്കുക. വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷം മാറാൻ നല്ലതാണത്. ഇനി ഇത് പറ്റുന്നില്ല എങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഒരു കവറിൽ ഉപ്പ് വച്ചിട്ട് അത് കെട്ടി അവിടെ വയ്ക്കുക ഈ കോണിൽ. ഒരാഴ്ച കഴിയുമ്പോൾ ആ ഒരു ഉപ്പിന് ഫ്ലഷ് ഇത് കളയുക, ആ കവറിന് വെളിയിൽ കളയുക. ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ലൈഫിലെ റിമോട്ട് വേറെ ആരുടെ കയ്യിലും കൊടുക്കരുത്. ആരുടെയും ഒരു മിസ്യൂസിന് പാത്രമാവരുത്. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അത് തുറന്നു പറയുക. നമ്മൾ ആരുടെയും കയ്യിൽ പാവയല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.